സർ, മെഷീനറിക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ഇൻ ടൈം എത്തിക്കുന്നതിനായുള്ള വർക്ക്സ് ഇവിടെയാണ് നടക്കുന്നത്. ഓൾമോസ്റ്റ് 100ഓളം സ്റ്റാഫുകളെ വെച്ച് നോൺ സ്റ്റോപ്പായി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യിച്ചാലേ ഷോറൂമിന്റെ ഓപ്പണിംഗ് ദിവസം മുതൽ നമുക്ക് മെറ്റീരിയൽസ് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കും. ആവശ്യമുള്ള സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്തു. ഉള്ള സ്റ്റാഫുകൾ ആരെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ സർ. വാട്ട് അബൌട്ട് ദ സേഫ്റ്റി? സർ, ഇത്രയും ആളുകളെ നമ്മൾ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്യുകയും ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടെ സേഫ്റ്റി സൈഡിനായിട്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. ഷുവർ സർ. അതൊക്കെ ഞാൻ ഫ്ലോർ മാനേജറുമായിട്ട് സംസാരിച്ച് വേണ്ടത് ചെയ്യാം സർ. ഗുഡ്. ഫ്ലോറിലെ വർക്കിംഗ് പ്രോസസ് സാറിന് മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമായിരുന്നു. ഓക്കെ സാർ, കം ഓൺ. രാജാറാം സാർ എന്തിനായിരിക്കും ഇവിടേക്ക് വന്നത്? രാജാറാം സാർ, സാർ ഇങ്ങോട്ടാണോ വന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വന്നു അറിഞ്ഞപ്പോ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാൻ കരുതി. എക്സ്ക്യൂസ് മീ സാർ, നിങ്ങൾ സംസാരിക്കുക. ഞാൻ ഫ്ലോർ മാനേജറോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഓക്കെ. ഈശ്വര, എന്നെ ഇപ്പൊ എവിടെ വെച്ച് രവി സാർ കണ്ട സാറിന്റെ ദേഷ്യം കൂടുകയുള്ളൂ. രാജാറാം സാറ് ഇങ്ങോട്ടാ വരുന്നതെന്ന് അറിഞ്ഞതുമില്ല. പോയാലോ? അങ്ങനെ പോയാൽ ശരിയാവില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. എന്തേ രാജാറാം, പോയാലും എന്തേ? ദാമോദർ അവനെ കണ്ടോ നീ? നമ്മൾ കരുതുന്നത് പോലെ അല്ല രവി കാര്യങ്ങൾ. ദാമോദർ അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അവനിപ്പോ കോമ സ്റ്റേജിലാ രവി. വാട്ട്? അതെ രവി, ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നത്. എന്താ സംഭവിച്ചത്? എനിക്കും അത് മനസ്സിലായില്ല രവി. അന്വേഷിക്കാനുള്ള സമയവും കിട്ടിയില്ല. അവനെ അങ്ങനെ ഒരു സ്റ്റേജിൽ കണ്ടപ്പോൾ തന്നെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. അതാ നിന്നോട് ഈ വിവരം പറയാൻ ഞാൻ നേരിട്ട് ധൃതിയിൽ ഇങ്ങോട്ട് വന്നത്. നമ്മൾ അവനെ സസ്പെക്ട് ചെയ്തതിനു ശേഷം അവനിങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ എന്തോ നിഗൂഢതയുണ്ട് രവി. നമ്മൾ സംശയിക്കുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടി വരും. എന്താ അവന് സംഭവിച്ചെന്ന് അന്വേഷിക്കണം. അവന് സംഭവിച്ചത് ആക്സിഡന്റ് ആണോ അതോ മനഃപൂർവ്വം ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന് ഉടൻ കണ്ടുപിടിക്കണം. അയാൾ കോമ സ്റ്റേജ് മറികടന്നാലേ എന്തെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റൂ. അതൊരു ലോങ് പ്രോസസ് എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഡു വൺ തിങ് രാജാ, അവന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കണം. അതിന് എത്ര എക്സ്പെൻസ് ആയാലും കുഴപ്പമില്ല. അവനെ ജീവനോടെ വേണം. അവന്റെ വായിൽ നിന്ന് അറിയാവുന്ന കൃത്യമായ രഹസ്യങ്ങൾ എല്ലാം അറിയണം. ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റിനെ അറേഞ്ച് ചെയ്യണം. നമുക്കറിയാനുള്ള രഹസ്യങ്ങൾ നമ്മൾ അറിയരുത് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും അവന്റെ പിന്നിലുണ്ടെങ്കിൽ അത് അവന്റെ ജീവനാപത്താണ്. ഹോസ്പിറ്റലിൽ നിന്ന് അവൻ ഇറങ്ങുമ്പോൾ റിസീവ് ചെയ്യേണ്ടത് നമ്മളായിരിക്കണം. അവൻ വേറെ ആരുടെയും കയ്യിൽ എത്തിച്ചേരാതെ നോക്കണം രാജാറാം. ശരി രവി, അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തോളാം. യെസ് സർ. പ്ലീസ് കം സർ. രാജാറാം സാർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഡ്രൈവർ വേഗം വണ്ടി എടുക്ക്. ഹലോ ശ്രീലക്ഷ്മി മാഡം. ഹായ് സർ.
എന്താ ശ്രീലക്ഷ്മി മാഡം ഇപ്പോ ഈ വഴിക്ക്? സർ അത് വേറൊന്നുമല്ല സർ. ഞാൻ ഞാൻ ഗോഡൌൺ വിസിറ്റിന് വന്നതാ. രവി സാറിന്റെ കൂടെ വരാനിരുന്നതാ. പക്ഷെ ഓഫീസിലെത്തിയപ്പോ ലേറ്റ് ആയി പോയി. എന്നാലും എന്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്യണമല്ലോ. ആ അത് ശരിയാ, നമ്മൾ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. മാഡം പിന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോഡൌൺ വിസിറ്റ് ചെയ്താൽ എന്തിനാ പോകുന്നത്? സർ അത് രവി സാറ് എന്നോട് അല്പം ദേഷ്യത്തിലാ. അതുകൊണ്ട് രവി സാറ് പോയതിനു ശേഷം കയറാന്ന് വിചാരിച്ചു. ശ്രീലക്ഷ്മി മാഡം ഒന്നവിടെ നിന്നേ. എന്താ രാജാറാം സർ? എന്തിനാ മാഡം ഈ നാടകം? നാടകോ? എന്ത് നാടകം? അറിയില്ല. എന്തിനാണ് മാഡം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഞാൻ സാറിനെ ഫോളോ ചെയ്തെന്നോ? സാർ എന്താ ഈ പറയുന്നേ? മനസ്സിലായില്ല. ഒരു പെൺകുട്ടി എന്നെ ഫോളോ ചെയ്യുന്നത് പോലും മനസ്സിലാക്കാനാവാത്ത ഒരു വിഡ്ഢിയാണ് ഞാനെന്ന് ശ്രീലക്ഷ്മി മാഡം കരുതിയോ? സോറി സർ. ഈ സോറിയുടെ അർത്ഥം ഞാൻ പറഞ്ഞതാണ് ശരിയെന്നല്ലേ? എന്തിനാണ് മാഡം എന്നെ ഫോളോ ചെയ്യുന്നത്? എന്തിനാണ് മാഡം ഓഫീസിൽ എല്ലാവരോടും എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത്?